നമസ്കാരം. KPSC 2.0യുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ്. PSC പരീക്ഷകൾക്കും മറ്റ് തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾക്കായി രൂപീകരിക്കപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243Kയിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. രാജി സമർപ്പിക്കേണ്ടതും ഗവർണർക്ക് തന്നെയാണ്. എന്നാൽ ഇദ്ദേഹത്തെ നീക്കം ചെയ്യുന്നത് ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിന് സമാനമായ നടപടികളിലൂടെയുള്ള മാത്രമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം നൽകുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ഓഫീസറാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. നിലവിലത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ ആണ്. അതുപോലെ നിലവിലത്തെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മണ്ഡല പുനർനിർണയ കമ്മീഷന്റെ അധ്യക്ഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കും. ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടേത് ഒരു സ്വതന്ത്ര പദവിയാണ്. ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് നമ്മൾ എടുത്തത് ഒരു ചെറിയ ടോപ്പിക്കായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.